ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മളെ റെസിപ്പിയല്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വീടുകളിലൊക്കെ പാമ്പിൻ്റെ ശല്യമുള്ള സമയമാണല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾക്ക് രക്ഷ നേടാം എന്നുള്ള ഒരു 2 ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 2 വെള്ളുള്ളിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുരിങ്ങ മരത്തിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് വൈദ്യർ പറഞ്ഞു തന്ന ടിപ്പ്. ഞാൻ വെള്ളുള്ളി കലക്കി ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് പഴയ കാലങ്ങളിലുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ആ മുരിങ്ങ മരത്തിൻ്റെ തൊലി ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 2 വെള്ളുള്ളി ചതച്ച് അതേ തോലടക്കം അതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ മുറ്റത്തും പരിസരങ്ങളിലൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം ഒരുവിധം കുറഞ്ഞു കിട്ടും. ഇതേപോലെ അത് അരച്ചെടുത്തിട്ടുണ്ട്. പഴയ കാലത്തുള്ള ആളുകളൊക്കെ ഇതേപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും മിശ്രിതത്തിന് നമുക്ക് വേണ്ടത് ഒരു 3 ലിറ്റർ വെള്ളമാണ്. 3 ലിറ്റർ വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ മിശ്രിതം ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ നല്ലൊരു ഗന്ധമാണ് ഇതിലേക്ക് വരുന്നത്, രൂക്ഷ ഗന്ധമാണത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഴജന്തുക്കൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളിത് മുറ്റത്തൊക്കെ ഒന്ന് തെളിക്കുക. രാത്രി കാലങ്ങളിൽ വീടിൻ്റെ പുറകുവശത്തും ബാത്റൂമിൻ്റെ സൈഡുകളിലൊക്കെ ഉള്ള ആ സൈഡിലൊക്കെ ഇതൊന്ന് നല്ലതുപോലെ തെളിച്ചു കൊടുക്കുക. ഒരുവിധം ഇതൊക്കെ ഒന്ന് അകന്ന് പോയിക്കോളും. 3 ലിറ്റർ വെള്ളത്തിന് നമ്മൾ കാണിച്ച ക്വാണ്ടിറ്റി ഇത്രയാണ്. അപ്പോൾ ഒരു 10 ലിറ്റർ വെള്ളത്തിനാണെങ്കിൽ ഒരു 6-7 വെള്ളുള്ളിയും കുറച്ചധികം മുരിങ്ങ മരത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായി. അപ്പോൾ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പാൽക്കായാണ് എടുത്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും. പഴയ കാലത്തുള്ളവർക്കൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. 25 ഗ്രാം പാൽക്കായാണ്. ഇതിന് 50 രൂപയാണ് വില. അങ്ങാടി മരുന്ന് വിൽക്കുന്ന കടയിലാണ് ഇത് കിട്ടിയത്. ഇനി ഒരു പാത്രത്തിൽ 1/2 ലിറ്ററിലധികം വെള്ളം ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ചെറിയ ചൂടിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലൊരു 20 ഗ്രാം അതിലേക്ക് ഇതേപോലെ കൈ കൊണ്ട് കട്ട് ചെയ്തിട്ടു. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ ചൂടോടെ ആകുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കലങ്ങി കിട്ടിക്കോളും. അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ബോട്ടലിലാക്കിയിട്ട് ജനലുകളിലും വാതിലുകളിലും ഒക്കെ നന്നായി തെളിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കലങ്ങി വരുന്നുണ്ട്. ഒരുവിധം ഒന്ന് കലങ്ങിയതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് നല്ലപോലെ ചൂടാറാൻ വെക്കണം. അപ്പോൾ ഞാനത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറിയതിന് ശേഷം നമ്മളൊരു ബോട്ടിൽ എടുക്കുക, പ്ലാസ്റ്റിക് ബോട്ടിൽ, അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വേനൽക്കാലത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പാൽക്കായത്തിൻ്റെ മിശ്രിതം ഞാനത് ആ ബോട്ടിൽ നിറച്ച് വെച്ചു. എന്നതിന് ശേഷം ഒരു സ്പ്രേ പൈപ്പ് ഇട്ട് അതൊന്ന് ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾക്കിത് അടച്ചിട്ട ജനലുകളും വാതിലുകളിലും ഉള്ള ചെറിയ ചെറിയ ദ്വാരമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. പിന്നെ വീടിൻ്റെ റൂഫിലും ഒക്കെ ഒന്ന് തെളിച്ച് കൊടുക്കുക. പിന്നെ വെള്ളുള്ളി മുരിങ്ങ തോലിയുടെ മിശ്രിതം നമ്മൾ വീടിൻ്റെ മുൻവശത്തുള്ള ചെടിച്ചട്ടികളിലും ചുറ്റുഭാഗമെല്ലാം നല്ലതുപോലെ ഒന്ന് തെളിച്ച് കൊടുക്കുക. അപ്പോൾ ഇഴജന്തുക്കൾ വരാൻ സാധ്യതയുള്ള വീടുകളിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.